ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു അളവെടുത്തിട്ട് നമുക്കിതെങ്ങനെ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് നമുക്ക് സൈഡ് സ്ലിറ്റൊക്കെ ഇട്ടിട്ട് എങ്ങനെ തയ്ക്കാം എന്നുള്ളതാണ് നമുക്കിന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ അളവെടുക്കുന്നത് ചെസ്റ്റിൻ്റെ വണ്ണാണ് അളവെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെസ്റ്റ് വണ്ണം നമുക്ക് എങ്ങനെ അളവെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ പുറകിലൂടെ നമ്മൾ സ്വന്തമായിട്ട് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരാൾ ചെയ്താലും നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ബാക്കിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ആം ഹോൾ വഴി ഇങ്ങനെ കറക്റ്റായിട്ട് റൗണ്ട് എടുത്തിട്ട് നമ്മളിതിനിങ്ങനെ ഒത്തിരി ബ്ലൗസിന് എടുക്കുന്ന പോലെ ടൈറ്റ് ആക്കരുത്. നമ്മുടെ ശരീരത്തിനെ ടച്ച് ചെയ്യുന്നത് പോലെ നമ്മൾ അളവ് എടുക്കുക. അപ്പം നമുക്ക് കിട്ടുന്ന അളവാണ് ചെസ്റ്റ് അളവ്. ഇനി നമ്മൾ വേണ്ടത് ചെസ്റ്റ് അളവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുരിദാറിന് ഷേപ്പിൻ്റെ അവിടുത്തെ വണ്ണം വേണം. അതായത് നമ്മളൊരു വണ്ണം വരുന്നില്ലേ, ഈ ഒരു ഷേപ്പ് ഭാഗം ഇങ്ങനെ വരുന്നില്ലേ, ആ ഒരു ഷേപ്പിൻ്റെ അവിടുത്തെ വണ്ണം നമുക്ക് എടുക്കണം. അപ്പോൾ ആ വണ്ണം എടുക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഷേപ്പ് എവിടം വരെ വേണം എന്നുള്ള ഇറക്കം നമ്മൾ എടുക്കണം. അങ്ങനെ നമ്മൾ ആ ഷേപ്പിന് വേണ്ടി മുകളിൽ നിന്ന് നമ്മൾ ആ ഇറക്കം എടുത്തിട്ട് അവിടെ എത്രയിലാണോ 13-ലോ 14-ലാണോ നമ്മൾ ആ ഷേപ്പ് നമുക്ക് വരുന്നെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ പുറകിലൂടെ ടേപ്പ് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ അവിടെയും വലിച്ചെടുക്കരുത്, കറക്റ്റായിട്ട് മുട്ടിച്ചിട്ട് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് വണ്ണമൊന്നുമില്ല, നല്ല ഒതുങ്ങിയ ശരീരമാണ്, നല്ല ഫിറ്റിങ്ങിലാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇപ്പം ഇതെടുത്തതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് വലിച്ച് പിടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൂസായിട്ട് ഇഷ്ടമില്ലാത്ത ഒത്തിരി പേരുണ്ട്. നമ്മൾ എന്താ പറയുക, നമ്മുടെ ബോഡി എങ്ങനെയാണോ അതേ ഷേപ്പിൽ ഇടാൻ ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്ക് കുറച്ച് ടൈറ്റിൽ പിടിക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗം. നിങ്ങൾ സ്ലിറ്റ് ഇട്ടാലും സ്ലിറ്റ് ഇട്ടില്ലെങ്കിലും ആ ഒരു ഭാഗത്തെ വണ്ണം നമ്മൾ നോക്കണം. അപ്പോൾ അപ്പോൾ നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗം എടുക്കുന്നത് നമ്മളെപ്പോഴും നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗം കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ എടുക്കണമെങ്കിൽ ആ ഒരു ഭാഗത്തെ വണ്ണം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മളവിടെ ഷേപ്പിൻ്റെ അവിടെ നമ്മൾ ആ സ്ലിറ്റ് ഭാഗം കൊടുക്കേണ്ടത്. ഓപ്പൺ ചെയ്യുമ്പോഴെല്ലാം നമുക്ക് അവിടെ ടൈറ്റ് വരാതെ കിട്ടണമെങ്കിൽ നമ്മൾ മൊത്തത്തിൽ നമ്മൾ റൗണ്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ റൗണ്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗം എവിടെ വരണമെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് നമ്മൾ ആ ഷേപ്പ് എവിടെയാണോ നമ്മൾ ആ റൗണ്ട് എടുക്കണമെങ്കിൽ അത് നമ്മൾ ഫസ്റ്റ് നമ്മൾ മുകളിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് ആ അളവ് എവിടെയാണോ വരുന്നത്, ഞാനൊരു 23-ലാണ് ഇപ്പോൾ എടുക്കുന്നത്, അത് നമ്മളിങ്ങനെ അളന്ന് എടുക്കുക. അപ്പോൾ കിട്ടുന്ന അളവാണ് നമ്മുടെ അവിടുത്തെ സ്ലിറ്റിൻ്റെ ആ ഭാഗത്തെ വണ്ണം. അപ്പോൾ നിങ്ങൾ എവിടെയാണോ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ വണ്ണം എടുക്കാം. ഇനി നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നില്ല എങ്കിലും അവിടെ ഫിറ്റിംഗ് നടത്തുന്ന സമയത്തും സ്ലിറ്റ് വണ്ണം അതായത് മസ്റ്റായിട്ട് നിങ്ങൾ എടുത്തിരിക്കണം. അങ്ങനെയാണ് സ്ലിറ്റിൻ്റെ വണ്ണം എടുക്കേണ്ടത്. ഇനി ഇത്രയും 3 ഇത് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കഴുത്തിറക്കം എടുക്കാം. അത് നമ്മൾ ഷോൾഡറിൽ നിന്ന് നമുക്ക് എത്രയാണോ കഴുത്തിറക്കം വേണമെങ്കിൽ അത് നമുക്കിതുപോലെ എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കൈക്കുഴയുടെ ആം ഹോളിൻ്റെ അളവാണ്. പുറകിലൂടെ നമ്മൾ ടേപ്പ് ഇങ്ങനെ ഇട്ട് നമ്മുടെ കൈ ഇങ്ങനെ ഉണ്ട് അത് വലിച്ച് ടൈറ്റായിട്ട് പിടിക്കുക. ആം ഹോൾ പിടിക്കുമ്പോഴും നമ്മൾ നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന അളവ് ആണ് ആം ഹോളായിട്ട് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മുടെ ഷോൾഡറാണ് എടുക്കേണ്ടത്. അപ്പോൾ ഷോൾഡർ നമ്മൾ ഒരു ഷോൾഡറിൽ നിന്ന് മറ്റേ ഷോൾഡറിലോട്ട് നമ്മൾ ടേപ്പ് നീളനെ വെച്ചിട്ട് നമുക്ക് ഷോൾഡർ എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതിൽ എടുക്കേണ്ടത് നമുക്ക് കൈയിറക്കും കൈവണ്ണം എടുക്കണം. അപ്പോൾ നമ്മൾ കൈയിൻ്റെ ഇറക്കം, അപ്പോൾ സാധാരണ ഞാൻ ഈ ഒന്നല്ലെങ്കിൽ ഞാൻ മുട്ടിന് മേളിൽ നിർത്തും, അല്ലെങ്കിൽ ഞാൻ മുട്ടിന് കുറച്ച് താഴെ വെക്കും. കറക്റ്റ് നമ്മൾ ഈ മുട്ടിൻ്റെ ഇറക്കം എടുക്കുമ്പോൾ നമ്മൾ ഈ കൈ മടക്കുമ്പോൾ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നല്ലെങ്കിൽ മുട്ടിന് മേലെ നിർത്തുക, അല്ലെങ്കിൽ മുട്ട് കഴിഞ്ഞിട്ട് 1-2 ഇഞ്ച് മുന്നിലോട്ട് മാറ്റുക. ഞാനിപ്പോൾ എൻ്റെ കൈയിറക്കം ഈ ഒരു 12 ഇഞ്ചിലാണ് എടുക്കുന്നത്. ഞാൻ മുട്ടിന് മേലെയാണ് വെച്ച് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് 12 ഇഞ്ച് ഇറക്കവും 12 ഇഞ്ച് വണ്ണമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ വേണം നമ്മൾ ഇറക്കവും അതിൻ്റെ വണ്ണവും നമ്മളിതുപോലെ അളന്നെടുക്കാനായിട്ട്. ഇനി നമ്മുടെ ലെങ്ത്താണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ലെങ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ട്, അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് അളവെടുക്കുമ്പോൾ നിങ്ങളൊരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് വേണം ഇത് എടുക്കണമെങ്കിൽ കേട്ടോ. എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ നിങ്ങൾ ഏതൊക്കെയാണ് എടുക്കുന്നത്, എങ്ങനെയാണ് എവിടെയാണ് ഇറക്കം എന്ന് വരുന്നത്, നിങ്ങൾ അത് അങ്ങനെ നോക്കണം. അത് എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടേപ്പിൻ്റെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ ഇഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിൽ അത് നമ്മൾ താഴോട്ടിട്ടിട്ട് നമ്മുടെ ഷോൾഡറിൽ പിടിച്ചിട്ട് നമ്മുടെ മുട്ട് വരെയാണ് വേണ്ടെങ്കിൽ നമ്മൾ മുട്ടിൻ്റെ അവിടം വരെ ഈ ടേപ്പിനെ പതുക്കെ ഇറക്കി കൊടുക്കുക. ഇനി മുട്ട് കഴിഞ്ഞിട്ടാണ് വേണമെങ്കിൽ നമ്മൾ അതുപോലെ ഇറക്കി കൊടുക്കുക. കണ്ണടിയിൽ നോക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് എത്ര ഇറക്കം വേണമെന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചുരിദാർ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടാവും, അതിൻ്റെ അളവെടുത്ത് നോക്കിയാലും മതി. ചെയ്യണമെങ്കിൽ ചുരിദാറില്ല, ആദ്യമായിട്ടാണ് നമ്മൾ വീട്ടിൽ തയ്ക്കാൻ നോക്കുന്നതിൽ ഒത്തിരി പേര് ചുരിദാർ ഇടാത്തവരുണ്ട്. അവർക്ക് ആദ്യമായിട്ട് തയ്ച്ച് ഇടണം എന്നുള്ളവർക്ക് നിങ്ങൾക്ക് എവിടം വരെ വേണമെങ്കിൽ നിങ്ങൾ ആ കണ്ണടിയിൽ നോക്കിയിട്ട് അളവ് വരെ ഇത് ടേപ്പ് താത്തി കൊടുക്കുക. അവിടെ കിട്ടുന്ന അളവിൽ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നോക്കുക, എത്രയാണ് കിട്ടുന്നത് നോക്കുക, ആ ഇറക്കം നിങ്ങൾ എടുക്കുക. അപ്പോൾ എല്ലാ അളവുകളും എടുത്ത് ഞാൻ പേപ്പറിൽ എഴുതി എടുത്തു വെച്ചിട്ടുണ്ട്. ചുരിദാർ തയ്ക്കാനുള്ള ടോപ്പിനുള്ള തുണിയുണ്ട്, ലൈനിങ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഞാനെടുത്ത ഈ അളവ് വെച്ചിട്ട് നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിത് വെച്ചിട്ട് നമുക്ക് ടോപ്പിൻ്റെ തുണി കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലൈനിങ് എങ്ങനെയുണ്ടെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം കേട്ടോ. അപ്പോൾ ലൈനിങ് നമ്മൾ ഇത് നമ്മുടെ ലൈനിങ്ങിൻ്റെ തേരുഭാഗമാണ്. ഈ കാണുന്നത് തേരുഭാഗമാണ്. തേരുഭാഗം നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് ഇട്ട് കൊടുക്കണം. ഈ സൈഡിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം.
പിന്നെ നമ്മൾ നമ്മുടെ ചുരിദാറിന്റെ ഇറക്കമാണ് എടുക്കേണ്ടത്. അപ്പൊ ഞാനിതൊരു 46 ഇഞ്ച് ഇറക്കത്തിലാണ് തയ്ക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ലൈനിങ്ങിന്റെ തുണി നമ്മൾ കറക്റ്റ് 46 തന്നെ നമ്മൾ എടുക്കണം. മനസ്സിലായോ? ഏത് ഇറക്കത്തിലാണോ നിങ്ങൾ തയ്ക്കുന്നത് ആ കറക്റ്റ് ഇറക്കത്തിൽ നിങ്ങൾ ലൈനിങ് തുണി എടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് ഉള്ളിൽ നിന്ന് നമ്മൾ മടക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിക്കോളും കേട്ടോ. അപ്പൊ 46 ഞാൻ എടുക്കുന്നതെങ്കിൽ ഞാൻ 46 തന്നെ ലൈനിങ്ങിന്റെ തുണി 2 പീസ് നമുക്ക് വേണം. അപ്പൊ നമ്മൾ ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഇതിനെ നേരെ നമ്മൾ മടക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇറക്കം എത്രയാണെന്ന് നമ്മൾ അളന്ന് നോക്കാം. അപ്പൊ ഞാനിത് ഇപ്പൊ എടുത്തപ്പോൾ അത് ഇച്ചിരി ഏറെ തുണി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് മൊത്തം എടുക്കുന്നേ ഉള്ളൂ. നമുക്ക് 46 മതി. അപ്പൊ നമ്മൾ ടേപ്പിനകത്ത് നമ്മൾ ഇതിന്റെ 46 നമ്മൾ കിട്ടുന്നത് നമുക്ക് എടുക്കാം. ഒരു സൈഡ് നമ്മൾ 46 എടുത്തു കഴിഞ്ഞാൽ നേരെ നമുക്ക് മടക്കി എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഇത് 41, 42, ഓക്കെ, ഇത് 46. ഇത് കറക്റ്റ് ഇവിടെ വരുന്നുണ്ട്. ഇതിനെ നമുക്ക് നേരെ ഇടാം. എക്സ്ട്രാ ഉള്ളത് നമുക്ക് വെട്ടിക്കൊടുക്കാം. അപ്പൊ ചുരിദാറിന്റെ ഇറക്കം എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അത് നിങ്ങൾ കറക്റ്റ് ലൈനിങ്ങിന് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനിങ്ങനെ നീളത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. മനസ്സിലായില്ലേ എങ്ങനെ ഇടുന്നുള്ളത്? തേരുഭാഗം നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് ഇടണം. നമുക്ക് എത്രയാണോ ആവശ്യം ആ ഇറക്കം ത്തിന്റെ 2 പീസ്, 46ന്റെ 2 പീസ്, അതായത് ഇത് വെട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. 46ന്റെ 2 പീസാണ് ഇപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. താഴെ വരെ നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത്, ഇനി നമുക്കിത് എങ്ങനെയാണ് അടയാളങ്ങൾ കൊടുക്കാൻ നോക്കാം. അപ്പൊ നമ്മുടെ അളവുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് അടയാളങ്ങൾ കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ചെസ്റ്റ് വണ്ണം എടുത്തിരിക്കുന്നത് എത്രയാണ്? ചെസ്റ്റ് വണ്ണം എടുത്തിരിക്കുന്നത് 40 കിട്ടിയത്. അപ്പൊ നമ്മൾ 40 എടുക്കുമ്പോൾ നമ്മൾ എത്ര എടുക്കണം? ചെസ്റ്റ് നമ്മൾ 40ന്റെ കൂടെ എത്ര കൂട്ടണം? 4 കൂട്ടണം. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 44. 40 + 4 നമ്മൾ ലൂസ് കൊടുക്കണം. അങ്ങനെ കിട്ടുന്നതാണ് 44. അപ്പൊ നമ്മൾ ചെസ്റ്റ് വണ്ണം അളക്കുമ്പോൾ നമ്മൾ 11 ഇഞ്ചിൽ വേണം നമ്മൾ അളന്ന് എടുക്കേണ്ടത് കേട്ടോ. ചെസ്റ്റ് വണ്ണത്തിലാണ് ആ വ്യത്യാസം വരുന്നത്. അത് നമ്മൾ എടുക്കണം. പിന്നെ നമ്മൾ കഴുത്തിന്റെ ഇറക്കം എടുക്കണം. ഞാൻ 6.5 കഴുത്തിറക്കം എടുത്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഞാൻ കഴുത്ത് ഇറക്കം ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ 6.5 കഴുത്തിറക്കം, ഫ്രണ്ട് പീസിന്റെ 6 ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്നത് ഇതിന്റെ ഷോൾഡർ ആണ് എടുക്കുന്നത്. ഷോൾഡർ അല്ല, കഴുത്തുവട്ടാണ്. 2 ഇഞ്ച് കഴുത്തുവട്ടം കൊടുക്കുന്നുണ്ട്. ഷോൾഡർ ഇതിന്റെ 16 അതിനെ 3 ഭാഗമാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 5, 5, 15, 5.25 കൂടുതൽ കിട്ടും. അപ്പൊ നമ്മൾ 1 ഇഞ്ചും കൂടെ കൂട്ടി കൊടുക്കാം നമുക്ക്. ഇത് ബ്ലൗസ് അല്ല, ചുരിദാറാണ്. ബാക്കിന് ഒത്തിരി ഇറക്കമില്ല. അപ്പൊ നമുക്കൊരു 6.25 നമുക്ക് ഷോൾഡർ കൊടുക്കാം. ഇനി നമ്മുടെ വണ്ണം നമ്മൾ അടയാളം എടുത്തിട്ടുണ്ട്. 11 നമുക്ക് കിട്ടിയത്. ആ 11ലോട്ടൊന്ന് അടയാളം കൊടുക്കാം. പിന്നെ നമുക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കാം. സിമ്പിൾ ആയിട്ട് മനസ്സിലായോ? കഴുത്തുവട്ടം 1.5 ആകുമ്പോൾ കുറച്ച് ഒതുങ്ങിപ്പോവും. അപ്പൊ ഞാൻ 2 കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി വൈഡായിട്ട് കിട്ടും. ഷോൾഡർ നമ്മൾ 3 ആക്കുന്നത് ബ്ലൗസിന് വേണ്ടിയിട്ട്. ഇത് ബ്ലൗസിന്റെ പുറകു പോലെ ബാക്ക് ഒത്തിരി ഇറക്കമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അതിന്റെ കൂടെ ഞാൻ 1 ഇഞ്ച് കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ ആ ഷോൾഡറിന്റെ അളവ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ നമ്മുടെ വണ്ണത്തിനെ ഞാൻ എത്രയാണ് ഡിവൈഡ് ചെയ്തത് അത് ഞാൻ 11 കൊടുത്തു. അതായത് 40ന്റെ കൂടെ 4 കൂട്ടി അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടിയ 11നെ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി. ലൂസ് ഞാൻ 2 ഇഞ്ച് ഇവിടെ കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കൈക്കുഴയുടെ അളവാണ്. അപ്പൊ ഞാൻ 6.25 എടുത്തത്. അപ്പൊ ഞാൻ അതേ സെയിം തന്നെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കേണ്ട സ്ഥലങ്ങൾ ഒന്ന് ഷോൾഡറിൽ നിന്ന് താഴോട്ട്, ഒന്ന് നമ്മൾ വണ്ണത്തിന്റെ താഴോട്ട്, ഒന്ന് നമ്മൾ തയ്യൽ തുമ്പിന്റെ താഴോട്ട്. ഇതെല്ലാം കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ വീണ്ടും ഇവിടെ ഒന്ന്, ഇത് 6.25, ഇത് നമുക്ക് 11, ഇത് നമുക്ക് 13. ഓക്കെ, ഇത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവർ എല്ലാവരും തന്നെ ഇതിന്റെ ഇത് വരച്ചിട്ട്, സ്ക്വയർ വരച്ചിട്ട് ചെയ്യാം. താഴ്വശത്തോടെ നമുക്ക് കുറച്ച് ചെരിവ് കൊടുക്കാം കഴുത്തിന്. അപ്പൊ നമുക്ക് അതൊരു വൈഡായിട്ട് നല്ല പോലെ ഭംഗിയുള്ള കഴുത്ത് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഇത് സ്ക്വയറായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തു. നമുക്ക് ഇവിടെ 1 ഇഞ്ച് നമുക്കൊരു ഷേപ്പിന് വേണ്ടി കൊടുക്കാം. ആ ഷേപ്പ് നമുക്ക് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം.
കഴുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴുത്ത് നിങ്ങൾക്ക് വരയ്ക്കാം. ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് മാത്രമാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴുത്ത് വരച്ചെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ കഴുത്തിൻ്റെ ഭാഗമായി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഷേപ്പാണ് വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷേപ്പ് എടുക്കുന്നത് എങ്ങനെയാണ്. നമ്മൾ ഷേപ്പ് എടുക്കുന്ന സമയത്ത് എവിടെയാണോ ഷേപ്പ് എടുക്കണമെങ്കിൽ ആ ഒരു അളവ് നമ്മൾ ആദ്യം എടുക്കണം ഇല്ലേ. അപ്പോൾ ഞാനൊരു ഷേപ്പ് എടുത്തത് ഒരു 14ലാണ്. ആ അളവിൻ്റെ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വര വരച്ചു. ഇനി ഞാൻ ഷേപ്പ് എടുത്ത അളവ് ഞാൻ നോക്കുകയാണ്. അപ്പോൾ ആ ഷേപ്പിൻ്റെ വണ്ണം എത്രയായിരുന്നു? ഇടവണ്ണത്തിൻ്റെ ഷേപ്പ് വണ്ണം എത്രയായിരുന്നു? 42 കിട്ടിയത്. ഈ 42ൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ കൂട്ടേണ്ട കാര്യമുണ്ട്? ഒന്നും തന്നെ കൂട്ടേണ്ട കാര്യമില്ല. എത്രയാണോ ഷേപ്പിൻ്റെ ഇതെടുത്തത്, ഇടവണ്ണം എടുത്തത്, ആ സെയിമിനെ നമ്മൾ 4 എടുക്കണം. അപ്പോൾ നമ്മൾ 42നെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 42 10 ഇഞ്ച് നമ്മളിവിടെ എടുക്കണം. അപ്പോൾ നമ്മൾ ഷേപ്പിന് വേണ്ടി എത്ര കൊടുക്കണം? 10 കൊടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കണം. ഇനി നമ്മൾ താഴത്തോട്ട് വരണം. നമ്മൾ ഷേപ്പ് വണ്ണം, അതായത് നമ്മൾ ആ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മളൊരു ഷേപ്പ് എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ അവിടെ മുകളിൽ നിന്ന് എത്രയാണ് അളവെടുത്തതെന്ന് വെച്ചാൽ 23 ഇഞ്ചാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മുകളിൽ നിന്ന് നമ്മൾ ആ ഷേപ്പ് എടുത്ത ഇറക്കത്തിൻ്റെ അളവ് നമ്മളൊന്ന് ജസ്റ്റ് ഇവിടെ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ആ ഷേപ്പിൻ്റെ വണ്ണം നമുക്ക് എടുക്കാം. അവിടെ 47ആണ് നമ്മൾ ആ ഷേപ്പിന് വണ്ണം എടുത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 47നെ നമ്മൾ 4 ഡിവൈഡ് ചെയ്യണം. 47നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 46നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 11.5 കിട്ടണം അല്ലേ. അപ്പോൾ 47 നമുക്ക് എത്ര കിട്ടണം? 11.75 കിട്ടണം. അപ്പോൾ നമ്മളിവിടെ 11.75 അടയാളപ്പെടുത്തണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ 2 ഇഞ്ച് നമ്മൾ കൊടുക്കണോ? വേണ്ട, ഇവിടെ നമ്മളൊരു 1 ഇഞ്ച് കൊടുത്താൽ മതി. ഇത് സ്ലിറ്റ് ഭാഗമാണ്. ഇനി ഇവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സ്ലിറ്റിൻ്റെ അവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരെ നിങ്ങൾ വരച്ചാൽ മതി. നിങ്ങൾ ഇവിടെയാണ് 23ലാണ് നിങ്ങൾ സ്ലിറ്റ് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ 18, 17, 16 എത്രയിലാണോ നിങ്ങൾ നിങ്ങളുടെ ഭാഗം സ്ലിറ്റിൽ അളവ് കൊടുക്കുന്നെങ്കിൽ അവിടെ നമുക്ക് ഈ അളവ് കൊടുത്തിട്ട് നിർത്താം. ഇത് ഞാൻ 23 ഞാൻ ഇതിൻ്റെ ആ ഷേപ്പ് ഭാഗത്തെ വണ്ണം മാത്രമേ അളന്നിട്ടുള്ളൂ. ഇതിൻ്റെ സ്ലിറ്റ് ഞാൻ കുറച്ചുകൂടെ താഴോട്ട് ഇറക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതായത് എനിക്ക് അത്രയും സ്ലിറ്റിൻ്റെ ആവശ്യമില്ല. ഞാൻ താഴത്ത് മാത്രമേ സ്ലിറ്റ് കൊടുക്കുന്നുള്ളൂ. അതായത് ഞാൻ താഴെ നിന്ന് ഞാനൊരു 15 ഇഞ്ച് അളവിൽ ഞാൻ സ്ലിറ്റ് ഇതിൽ കൊടുക്കുന്നുള്ളൂ. അപ്പം ഞാൻ ഇവിടുത്തെ വണ്ണം 11.75 എടുത്തത്. അപ്പം ഞാനിവിടെ ഈ താഴ്വശത്ത് ഞാൻ എടുക്കുന്ന അളവ് എന്ന് പറയുന്നത്, താഴത്തെ സ്ലിറ്റിൻ്റെ നമുക്കൊരു അളവ് വേണ്ടേ. സ്ലിറ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് അവിടെ ഞാൻ എത്രയാണ് എടുത്തത്? 11.75 എടുത്തത്. ഞാനിവിടെ എടുക്കുന്ന അളവ് എന്ന് പറയുന്നത് ഇവിടെ ഞാനൊരു 13 ഇഞ്ച് ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ, 13 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. ഞാൻ എവിടെ നിന്നാണ് സ്ലിറ്റ് ഇടുന്നത്? ഇവിടെ നിന്നാണ് സ്ലിറ്റ് ഇടുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഈ സ്ലിറ്റ് ഇടുന്ന ഭാഗത്തിൻ്റെ അവിടെ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ആ 13ൽ തന്നെ ഞാനൊന്ന് അടയാളം കൊടുക്കുകയാണ്. ഇത് ഞാനിതിനെ നേരെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. നേരെ വരച്ചു കൊടുക്കാം. നമുക്ക് ചെരിയാതെ വരയ്ക്കാം. ചെരിയാതെ വരയ്ക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ നമ്മൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് നമ്മൾ ആദ്യം ഉള്ളിലെ വണ്ണങ്ങൾ തമ്മിൽ നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം പിന്നെ നമുക്ക് നമ്മുടെ തയ്യൽ തുമ്പുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് 1 ഇഞ്ച് 3/4 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി, ഇത് 3/4 ഇഞ്ചിൽ നമുക്കിത് സ്ലിറ്റ് അടിക്കാൻ നമുക്ക് 3/4 ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അവിടെ നിന്ന് നമുക്ക് ഇതായിട്ട് മുട്ടിച്ചു കൊടുക്കാം. മനസ്സിലായോ? ഞാൻ സ്ലിറ്റ് ഇടുന്നത് ഇവിടെ നിന്നാണ് ഞാൻ സ്ലിറ്റ് ഇടുന്നുള്ളൂ. ഇതാണ് എൻ്റെ സ്ലിറ്റിൻ്റെ വണ്ണത്തിൻ്റെ ഭാഗം. ആ വണ്ണം ഞാൻ കറക്റ്റ് ഷേപ്പിലെടുത്ത് അടയാളം കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റ് ഞാൻ കൊടുക്കുന്നത് 13 കൊടുക്കുന്നു. കാരണം ഞാൻ താഴെ കൊടുക്കുന്ന സ്ലിറ്റിൻ്റെ വീതി 13ആണ്. അപ്പോൾ ആ ഒരു അളവിലാണ് ഞാൻ സ്ലിറ്റിൻ്റെ ഭാഗം കൊടുക്കുന്നത് കേട്ടോ. താഴെ നിന്ന് 15 ഇഞ്ച് മുകളിലോട്ടാണ് സ്ലിറ്റ് ഞാൻ ഇടുന്നുള്ളൂ. കാരണം ഞാൻ ഈ നമ്മുടെ സാധാരണ സ്ലിറ്റ് കൊടുക്കുന്ന അവിടെ നിന്ന് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് ഇറക്കിയാണ് ഓപ്പൺ ചെയ്യുന്നത്. കാരണം ഞാൻ സാധാരണ അംബ്രലയാണ് യൂസ് ചെയ്യുന്നത്. ഈ തുണിയോട് അംബ്രല തയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സ്ലിറ്റ് ഇട്ട് തയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് സ്ലിറ്റ് കുറച്ച് ഇട്ടാൽ മതി. എനിക്ക് ആ സൈഡിൽ അത്രയ്ക്ക് ഓപ്പൺ വേണ്ട. അതുകൊണ്ട് ഞാൻ ഇറക്കിയാണ് ഇടുന്നത്. അപ്പോൾ താഴത്തെ അതേ സെയിം സ്ലിറ്റിൻ്റെ വീതിയിൽ ഞാൻ ഇവിടെ നിന്ന് 15 ഇഞ്ച് മുകളിലോട്ട് അളന്നിട്ട് അവിടെ 13 ഞാൻ സ്ലിറ്റ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഷേപ്പ് അടിച്ച് നമ്മൾ ഇവിടം വരെ കൊണ്ട് നിർത്തണം. അത്രയേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ അതൊരു കൺഫ്യൂഷനായിട്ട് നിങ്ങൾ എടുക്കരുത് കേട്ടോ. അത് തയ്ച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഇട്ട് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു സ്ലിറ്റിൻ്റെയും ഇതിൻ്റെയും ഇത് കേട്ടോ. അപ്പം നമ്മുടെ സൈഡ് നമ്മൾ കറക്റ്റായിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് സൈഡ് കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് വെട്ടുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ടത് ബാക്കിൽ ഞാൻ ടക്ക് അടിക്കുന്നുണ്ട്. ബാക്കിൽ ടക്ക് അടിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഇവിടെ നിന്ന് മുകളിൽ നമുക്കൊരു 8 നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അവിടെ നിന്ന് നമുക്ക് വീണ്ടും 8 ജസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ 2 ഭാഗങ്ങൾ തമ്മിൽ നമ്മൾ ഇച്ചിരി ഒരു എന്താ പറയുക ഒരു 1/2 ഇഞ്ചിൻ്റെ വീതി നമ്മളിവിടെ എക്സ്ട്രാ ബാക്കിന് കൊടുക്കണം. ഇത് ഫ്രണ്ടിൽ കട്ട് ചെയ്യാനുള്ളതല്ല, ബാക്കിൽ കൊടുക്കാനുള്ളതാണ്. അത് നമ്മളിവിടെ കൊടുക്കണം. ഇനി നമുക്ക് ടക്ക് അടിക്കാനുള്ള ആ ഒരു വീതിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കാതെ ബാക്കിൽ അല്ല ഇത് കൊടുത്തിട്ടില്ല, ബാക്കിൽ ഇത് കൊടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് ബാക്ക് ഇങ്ങനെ അടിച്ചു വരുമ്പോൾ ഇതിൻ്റെ തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് വരും. അതുകൊണ്ട് ആ ടക്കിനുള്ള 1/2 ഇഞ്ച് നിങ്ങൾ ഈ 8-ന് നിങ്ങളിതൊന്ന് കൊടുക്കണം. അപ്പോൾ നമ്മൾ വെട്ടുമ്പോൾ അതിങ്ങനെ വെട്ടിയിട്ട് ഇതിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് അത്രയേ ചെയ്യാനുള്ളൂ. കഴുത്തായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ സിമ്പിളായിട്ട് വെട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കിലെ കഴുത്ത് നമുക്ക് ഇതിൽ നിന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ബാക്കിലെ കഴുത്ത് നമുക്കൊന്ന് അടയാളം കൊടുക്കാം. അപ്പോൾ ഞാനൊരു 5 ഇഞ്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ 5-ലോട്ടൊന്ന് വരയ്ക്കാം നമുക്ക്. എന്നിട്ട് ബാക്കിലെ കഴുത്ത് ഫസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂട്ടി പിടിച്ചിട്ട് ബാക്കിലെ കഴുത്തങ്ങ് നമുക്കിങ്ങനെ വെട്ടാം. ഇത് ബാക്കിലെ കഴുത്ത് നമ്മൾ വെട്ടി മാറ്റിയിട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഫ്രണ്ട് കഴുത്താണ്. അത് നമുക്ക് ഇവിടുന്ന് വെട്ടിയെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരുമിച്ച് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ കൈക്കൂടെ നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം പിന്നെ നമുക്ക് കുഴിച്ച് വെട്ടേണ്ടത് പിന്നെ വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരുമിച്ച് വെട്ടിയെടുക്കുന്നുണ്ട്, ഫ്രണ്ടും ബാക്കിൻ്റെയും. നമുക്കിത് ഒരുമിച്ച് വെട്ടിയെടുക്കാം. ബാക്കും കൂട്ടിയിട്ട് നമുക്കിത് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കറക്റ്റ് ഷേപ്പ് വരുന്ന ഭാഗമാണ് നമ്മൾ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അവിടെ നമുക്ക് ചെറുതായിട്ടൊരു കട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഷേപ്പ് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ഭാഗത്ത് 47 എടുത്ത് തന്നെ ഇവിടെ അടിക്കണം. എന്നാലും ആ ഷേപ്പ് അവിടെ ഭംഗിയിൽ നിൽക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഞാനൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ബാക്കിയുള്ളതിനെ നമുക്ക് വെട്ടിയെടുക്കാം. ഓക്കെ, ഇത്രയും നമ്മൾ വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലിറ്റ് അടിക്കുന്ന ഭാഗത്തിൻ്റെ അവിടെ കൂടെ ഒന്നൊരു ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും രണ്ടാക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഫ്രണ്ട് പീസിലെ ഇതിനെ ഒന്ന് കുഴിച്ച് 1/2 ഇഞ്ച് നമ്മൾ ഇതിൽ നിന്ന് കുഴിച്ചു കൊടുക്കാം. നമുക്ക് ഫ്രണ്ടിൽ കൊടുക്കാം. ഫ്രണ്ടിലെ ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ബാക്കിൽ നമ്മൾ കട്ട് ചെയ്യേണ്ട. ഈ ഭാഗം ഫ്രണ്ടിൽ ആവശ്യമില്ല, ബാക്കിൽ മാത്രമേ ആ ഭാഗം ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അത് അത്രയും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ബോഡിയുടെ ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നമുക്കിത് വെച്ച് വെട്ടിക്കാണിക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ തുണി നമുക്കെടുക്കാം. അപ്പോൾ ടോപ്പിൻ്റെ തുണിയുടെ ഫ്രണ്ട് പീസ് അറിയാനായിട്ട് ഇതിൻ്റെ അടിയിൽ ഒരു കരയോട് കൂട്ടൊരു ഇച്ചിരി ഭാഗമുണ്ട്. അതാണ് അതിൻ്റെ ഫ്രണ്ട് പീസ്. ഓക്കെ, ഈ ഭാഗമാണ് അതിൻ്റെ ഫ്രണ്ട് വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗമാണ് അതിൻ്റെ ഫ്രണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഭാഗം നമുക്ക് ഫസ്റ്റ് നമുക്ക് മടക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മുടെ ആവശ്യമുള്ളത് മാത്രം നമ്മളിതുപോലെ മടക്കി കൊടുക്കാം കേട്ടോ. അല്ലാതെ മൊത്തത്തിൽ നേരെ നടുമടക്കരുത്. ബ്ലൗസൊക്കെ മടക്കുന്ന പോലെ നമുക്ക് ആവശ്യമുള്ള തുണി മാത്രം നമ്മൾ മടക്കിയെടുത്താൽ മതി. നമ്മൾ ഫസ്റ്റ് ഫ്രണ്ടാണ് വെട്ടുന്നതെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് പീസ് എടുക്കാം. ഏതാ ഫ്രണ്ട്? ഓക്കെ, ഇത് ഫ്രണ്ട്. ഈ ഫ്രണ്ട് നമുക്ക് എടുക്കാം. ഇത് നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ തുമ്പത്ത് വേറൊരു ബോർഡറാണ് വെക്കുന്നത്. അതുകൊണ്ട് അത് നമ്മളിപ്പോൾ നോക്കേണ്ട കാര്യമില്ല. കാരണം അതിൻ്റെ ബ്ലാക്ക് അങ്ങ് എടുത്ത് കളയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് താഴെ നിങ്ങൾ വെച്ചത് കണ്ടില്ലതാ ഇതിൻ്റെ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. ഒപ്പം നമ്മളിത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് മടക്കി അടിക്കുന്നില്ല, ഇതിൻ്റെ അടിയിൽ ഒരു ബോർഡറാണ് വെക്കുന്നത്. ഈ മടക്കി അടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് മടക്കി അടിക്കാനുള്ള തുണി ലൈനിങ്ങിനേക്കാളും കുറച്ചുകൂടെ കൂട്ടിയിടണം കേട്ടോ. ഇത് നമ്മൾ മടക്കി അടിക്കാത്തതുകൊണ്ട് ഇതിനൊപ്പം തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ അടിയിൽ നമ്മളൊരു പടി പിടിപ്പിക്കുന്നതന്നേ ഉള്ളൂ കേട്ടോ. സെയിം വെച്ചിട്ട് ഇതുപോലെ അങ്ങ് വെട്ടി എടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞതാണ്. താഴെ വരെ ഞാൻ വെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ
ലൈനിങ് കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്രണ്ട് വെട്ടാനൊന്നും ബുദ്ധിമുട്ടില്ല. വെച്ച് അതേപൊടി വെട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് ബാക്കാണ് വെട്ടേണ്ടത്. അപ്പം ഇനി നമുക്ക് ബാക്ക് വെട്ടാം. ബാക്ക് വെട്ടാൻ നമ്മൾ ബാക്കിയുള്ള തുണി താഴോട്ട് ഇറക്കിയിടുക. നേരെ അതുപോലെ തന്നെ ആ ഒരാളിൽ തന്നെ മടക്കി ഇട്ട് കൊടുക്കുക. കറക്റ്റാണ്. ആ നേരത്തെ നമ്മൾ ഇട്ടിട്ട് നമ്മൾ ബാക്ക് വെച്ച് കൊടുക്കാം. ബാക്ക് വെച്ച് കൊടുക്കുമ്പോൾ ബാക്കിന് ഒരു ഇച്ചിരി ഇറക്കം നമ്മൾ കൂട്ടി വെക്കണം. കാരണം ബാക്കിൽ നമ്മൾ ചെസ്റ്റ് മടക്കി അടിക്കുന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ തുണിയുണ്ട്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഒപ്പം വെച്ച് കൊടുക്കുക. എക്സ്ട്രാ എടുക്കാനുള്ള തുണി നമുക്ക് അതിൻ്റെ താഴെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത്രയും എടുക്കാനോ കുറച്ച് ഇറക്കി എടുക്കാം നമ്മൾ. ഫ്രണ്ട് ഞാൻ എടുക്കാനിത് അതുപോലെ ഒരു പടി വെച്ച് കൊടുക്കുന്നത് കൊണ്ട് അതിന് ഇറക്കം എക്സ്ട്രാ എടുക്കേണ്ട കാര്യം വന്നില്ല. ബാക്കിൽ നമ്മൾ താഴെ വെച്ചിട്ട് കുറച്ച് നമ്മൾ ഒരു ഇഞ്ചോ 1.5 ഇഞ്ച് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്കിത് മടക്കി അടിക്കാനുള്ള തുണി കിട്ടും. അപ്പോൾ അത് ഒപ്പമായിക്കോളും കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡ് നമ്മൾ വെട്ടിയെടുത്ത് ബാക്ക് സൈഡിൽ നമ്മൾ കുറച്ച് ഇറക്കം ഫ്രണ്ട് പീസ് കുറച്ച് കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് മടക്കി അടിക്കാൻ വേണ്ടി. ഫ്രണ്ടിൽ നമ്മൾ കൊടുക്കാനത് അതിന് ഞാനൊരു പടി വെച്ചടിക്കുന്നത് കൊണ്ട് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് രണ്ടും തന്നെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടും ബാക്കിനും കട്ടിങ് കഴിഞ്ഞു. ഇത് നമുക്ക് വേണ്ടത് നമ്മുടെ കൈയിൻ്റെ അളവ് അതാണ് എടുക്കേണ്ടത്. കൈയിൻ്റെ ഇറക്കം നമ്മൾ ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ട്. കൈയിൻ്റെ ഇറക്കം എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? കൈയിൻ്റെ ഇറക്കം നമ്മൾ കൈയിൻ്റെ സ്ലീവ് ഇറക്കം 12ഉം സ്ലീവിൻ്റെ വണ്ണം 12ആണ്. പിന്നെ നമ്മുടെ ആം ഹോളിൻ്റെ വലുപ്പം എത്രയാണ്? 19ആണ്. അപ്പോൾ ആം ഹോളിൻ്റെ അളവിൽ വേണം കൈയിന് തുണി എടുക്കണമെങ്കിൽ. അപ്പോൾ 19 ഇഞ്ച് വീതിയിൽ എത്ര പീസ് വേണം? 2 പീസ് നമുക്ക് വേണം. അപ്പോൾ നമുക്കൊരു 19 കണക്കാക്കി റൗണ്ട് ഓഫ് നമ്മൾ 20 ഇഞ്ച് നമ്മൾ പിടിക്കുക. നമുക്ക് അധികം ഉണ്ടെങ്കിൽ നമുക്കതിനെ കട്ട് ചെയ്ത് കളയാവുന്നതല്ലോ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതിനെ ഒന്ന് ഇച്ചിരി സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിത് അളന്ന് നോക്കാം. ഇത് നമുക്കൊരു 13.5 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇറക്കം കുഴപ്പമില്ല. ഇനി നമുക്ക് വേണ്ടത് എത്രയാണ്? 19ൻ്റെ 2 പീസാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ ആദ്യം ഒരു 19 അളന്ന് കൊടുക്കാം. ഞാൻ 20 എടുക്കുന്നുണ്ട് കേട്ടോ. റൗണ്ട് ചെയ്ത് 20 എടുക്കുന്നുണ്ട്. അതിൽ കൂടുതലൊന്നും എടുക്കരുത് കേട്ടോ. 19 തന്നെ എടുത്താലും മതി. ഒരു തുള്ളിയൊക്കെ കൂടുതലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ 19 കിട്ടിയിട്ടുണ്ടെങ്കിൽ 20 എടുത്തോളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ 2 പീസ് നമ്മൾ എടുക്കുകയാണ്. ഈ കുറവ് വരും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് നമ്മൾ ഷേപ്പ് കട്ട് ചെയ്യുമ്പോൾ അതങ്ങ് പൊക്കോളൂ കേട്ടോ. ഞാനിത് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 2 പീസ് വേണ്ടേ. അപ്പോൾ ഞാനിതിനെ വെട്ടി 2 പീസാക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിനെ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ 2ആക്കി മടക്കണം. അപ്പോൾ കുറവുള്ള ഭാഗം നമുക്ക് ഈ ഭാഗത്തോട്ട് നാക്കാം. ഓക്കെ, നമുക്ക് ഇറക്കം ഇവിടെ വേണമെന്ന് നോക്കാം. ഇറക്കം 12ആണ് വേണ്ടത്. ഇത് 13.5 ഉണ്ട്. 13.5 നമ്മൾ വെട്ടാം കേട്ടോ. 13.5 നമ്മൾ വെട്ടിയെടുക്കാം നമുക്ക്. 13.5 പിന്നെ നമ്മൾ പടി പിടിപ്പിച്ചിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഇറക്കം വേണമെങ്കിൽ നമുക്ക് കളയാം. അപ്പോൾ നമ്മൾ ഈ 13.5 ഇവിടെ പിടിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഇത് 13.5 ഒന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, 13.5 അവിടെ എടുത്ത് ഇവിടെയും 13.5 വരച്ചിട്ട് നമുക്ക് ഇവിടെ ഞാൻ ഷേപ്പ് കൊടുക്കുന്നത് 4 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. കയ്യിൽ ഇച്ചിരി ഇറക്കമുള്ളത് കൊണ്ട് 4 ഞാൻ ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് കൈയിൻ്റെ വണ്ണം എത്രയാണ് വേണ്ടത്? കൈയിന് 12ആണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 6 വരച്ചിട്ട് നമ്മുടെ തയ്യൽ തുമ്പ് കൂടെ ഇവിടെ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ തയ്യൽ തുമ്പ് ഈ അറ്റവും തമ്മിൽ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ വെട്ടിയെടുക്കാം. സിമ്പിളായിട്ടൊന്ന് നോക്കാം നമുക്ക്. നമ്മുടെ 9.5 ഇഞ്ച് ഇവിടെ കിട്ടുന്നുണ്ടോ നമുക്ക്? ഇവിടെയാണ് 9 കിട്ടുന്നെങ്കിൽ നമുക്ക് അവിടെ ഒരു അടയാളം കൊടുക്കാം. ഇത് നമ്മുടെ തയ്യൽ തുമ്പാണ് കേട്ടോ. കൈയിൻ്റെ ഇത് ഞാൻ നിങ്ങളെ ഓൾറെഡി നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കൈ എങ്ങനെയാണ് എടുക്കേണ്ടത്, ആം ഹോൾ എങ്ങനെയാണ് എടുക്കുന്നത്, ഇതെല്ലാം നിങ്ങൾ നല്ലപോലെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സ്ലീവ് മാത്രം എങ്ങനെ കട്ട് ചെയ്യേണ്ടതും എത്ര തുണി എടുക്കണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കൈയിൻ്റെ ഇതായി 2 കൈയിനുള്ള തുണി എടുത്തു നമ്മൾ. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ കഴുത്തിൻ്റെ പൈപ്പിങ് നമ്മൾ എടുക്കും. അപ്പോൾ നമ്മുടെ കഴുത്തിൽ പടി വെക്കാൻ എങ്ങനെയാണ് അളക്കുന്നത് നോക്കുന്നത്? ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്യാവുന്നത്, നമ്മൾ വെട്ടിയെടുത്ത പീസില്ലേ അത് നമ്മളിങ്ങനെ ഒരു കഷ്ണം നമ്മൾ തുണി എടുക്കുക. നമ്മുടെ വെട്ടിയെടുത്തിട്ടുള്ള ആ ബാക്ക് പീസില്ലേ അതിങ്ങനെ വെക്കുക. ഇതിനോട് ചേർത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കുക.
ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ആദ്യം നമ്മൾ അതിൻ്റെ കഴുത്തിൻ്റെ ഷേപ്പില്ലേ അതുപോലെ അങ്ങ് വെട്ടിയെടുക്കുക. ആദ്യമായിട്ട് വെട്ടുന്നവർ ഒന്ന് വരച്ച് കൊടുത്തിട്ട് വെട്ടിയെടുത്താൽ എളുപ്പമായിരിക്കും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കിട്ടും. അപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾ ഫസ്റ്റ് ഇതിനെ അങ്ങ് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇതിനെ മാറ്റാം. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ഇഞ്ചിൽ 1 ഇഞ്ച് വീതിയിലാണെങ്കിൽ ആ 1 ഇഞ്ച് വീതി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടിക്കളയാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ കഴുത്ത് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇത് ബാക്കിന് വെക്കാനുള്ള കഴുത്തായിട്ടോ. ഈ ഫ്രണ്ടിൻ്റെ നമുക്ക് വെക്കുമ്പോൾ ഫ്രണ്ട് പീസാണ്. ഇതിങ്ങനെ വെക്കാം. ഒപ്പം വെച്ച് കൊടുത്തോളൂ. അപ്പോൾ മുകളിലോട്ടും വെച്ച് കൊടുത്താൽ കുഴപ്പമില്ല. ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ ഫ്രണ്ട് പീസ് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് വെട്ടിയെടുക്കുക. ഒറ്റ അടിച്ച് കൊടുക്കേണ്ടി. അപ്പോൾ കറക്റ്റായിട്ടൊന്ന് വരച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അത് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് വെട്ടാവുന്നേ ഉള്ളൂ കേട്ടോ. വീതി നിങ്ങളുടെ ഇതനുസരിച്ച്, ചെറിയ വീതിയാണെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്യാം. കുറച്ച് വീതി വേണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും കഴുത്തിന് വെക്കാനുള്ള പടി ആയിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ ചുരിദാറിൻ്റെ അത്യാവശ്യം എല്ലാം തന്നെ കഴിഞ്ഞു. ഇനി ഞാൻ തയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ വെക്കുന്ന പടിയും ഫ്രണ്ടിൽ നമുക്ക് ഈ ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്ത് നമുക്കിതിനെ തയ്ച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തയ്ച്ചിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ലൈനിങ്ങുകളും നല്ല തുണിയെല്ലാം കൂടെ കൂട്ടി അടിച്ച് എടുത്തതാണിത് കേട്ടോ. ഇത് ഫ്രണ്ട് പീസാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഫ്രണ്ട് പീസിൻ്റെ സെൻറ്ററിൽ ഞാനൊരു ചെറിയൊരു ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ആഷ് കളർ തുണിയാണ്. അത് ഞാനിതിങ്ങനെ വാറ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ഒരു സെൻറ്റർ കണക്കാക്കി എടുക്കുക. സെൻറ്റർ കണക്കാക്കി എടുക്കുക. ഇറക്കം എന്ന് പറയുന്നത് നമ്മൾ ഷോൾഡറിന് നമ്മളൊരു 13-14 ഇഞ്ച് നമ്മൾ യോക്കിൻ്റെ ഒരു ഭാഗമൊക്കെ പിടിക്കില്ല, ആ ഒരു അളവിൽ നമുക്ക് വെച്ചാൽ മതിയാകും. ഇനി ഞാൻ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2 സൈഡിലും ഞാൻ ആദ്യം ഇതിങ്ങനെ ഇത്ര നീളത്തിൽ 2 കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് സൈഡ് ഭാഗം മാത്രം ഒന്ന് അടിക്കുക. അടിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, ബാക്കി നമ്മുടെ ഉൾസൈഡ് അടിക്കുന്നതിന് മുന്നേ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ചെറിയ പീസുകൾ ഇങ്ങനെ ഇതിൻ്റെ തന്നെ ചെറിയ പീസ് ഇങ്ങനെ നമ്മളിങ്ങനെ ഇത് കള്ളിയായിട്ട് ഇരിക്കില്ല, ഒത്തിരി വീതിയില്ലാതെ നമ്മളിങ്ങനെ ഇടയിൽ. അപ്പോൾ ഇത് ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ ഇത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തയ്ച്ചെടുത്ത കഴുത്താണിത്. ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കാം. സിമ്പിളാണ് കേട്ടോ, ചെയ്യാൻ വളരെ എളുപ്പമാണ്, എന്നാലും കാണാൻ ഇച്ചിരി നല്ലതാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ താഴ്വശത്ത് ഇതിൻ്റെ ബ്ലാക്ക് കളറല്ലേ ആയിരുന്നു ആദ്യം, അത് ഞാൻ എടുത്ത് കളഞ്ഞു. ഇതിൻ്റെ ഡിസൈൻ ആഷ് കളറാണ്, അതുകൊണ്ടാണ് ഞാൻ ആ ബ്ലാക്ക് കളഞ്ഞത് കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഞാൻ ഇതിൻ്റെ തന്നെ തുണി ഉണ്ടായിരുന്നു, ആ ആഷ് കളർ വെച്ച് ഞാനിത് മൊത്തം ഇത് ഇങ്ങനെ അടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ആ ഒരു ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കഴുത്ത് പിടിപ്പിക്കണം. കഴുത്ത് പിടിപ്പിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ടിലെ കഴുത്ത് ഞാനിത് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കിലെ ഞാൻ ജസ്റ്റ് അടിച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഇത് നമ്മൾ ഷോൾഡർ കൂട്ടി അടിച്ചതിന് ശേഷം നമുക്കത് ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാനിതിൻ്റെ കയ്യിൻ്റെ തുമ്പത്തും ഞാനിതുപോലെ തന്നെ ചെറിയതായിട്ടൊരു ബോർഡർ അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൈയിന് നമ്മൾ കൈ കുഴിച്ച് വെട്ടിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനിങ്ങനെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വശം കൂട്ടിമുട്ടിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഒരു 1/2 ഇഞ്ച് നമുക്ക് കുഴിച്ച് വെട്ടിയെടുക്കാം. അപ്പോൾ കയ്യിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനിത് എല്ലാം തയ്ച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് തുണി. ഞാനിത് ചെയ്ത് ആ താഴ്വശത്തിൻ്റെ അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഞാനതും ഒന്ന് നീളനെ അതൊന്ന് അടിച്ച് കൊടുത്തു. ഒരു ഡിസൈൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. നിങ്ങളും നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയും ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്ക് കൂട്ടി അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മൊത്തത്തിൽ നമ്മൾ കൈയൊക്കെ പിടിപ്പിച്ചു, ഷോൾഡറും എല്ലാം നമ്മൾ പിടിപ്പിച്ചു, കഴുത്തെല്ലാം പിടിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഫിറ്റിംഗ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബാക്കിലെ ടക്ക് അടിക്കാനുള്ളത് എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് സൈഡ് നമ്മൾ ഇതുപോലെ സെൻറ്റർ കറക്റ്റായിട്ട് മടക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്ന് നമ്മൾ ആദ്യം ഒരു അളവെടുക്കണം. 8 ഇഞ്ചിൽ നമ്മൾ അളവെടുക്കണം. പിന്നെ നമ്മൾ ഈ സൈഡിൽ നമ്മുടെ ആ ഡിഫറൻസ് ഇല്ലേ, ബ്ലൗസിനൊക്കെ ഞാൻ പറയുന്ന പോലെ ആ ഒരു ഡിഫറൻസ് തന്നെയാണ്, ആ ടക്ക് ഡിഫറൻസ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അതൊരു 4 ഇഞ്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ വീണ്ടും ആ 8-ൽ നിന്ന് വീണ്ടും താഴോട്ട് നമ്മളൊരു 8-ലോട്ട് അടയാളപ്പെടുത്തണം. അവിടെ നമ്മൾ ആ 4-ന്റെ ഡിഫറൻസ് കൊടുക്കണം. ആ അകലം കൊടുത്തിട്ട് നമ്മളിങ്ങനെ നീളനൊരു വര വരയ്ക്കുക. ഇതേ തന്നെ നമ്മൾ മറ്റേ സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ നമ്മൾ ടക്കനുള്ള അളവുകൾ വരയ്ക്കുക. അപ്പോൾ നമ്മൾ ബാക്കിലെ 2 ടക്കനുള്ള അളവുകൾ നമ്മൾ എടുത്തു. ഇനി നമ്മൾ ഫിറ്റിങ്ങിനുള്ള അളവാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എപ്പോഴും ഫിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ഈ വെട്ടാനൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണക്കാക്കരുത്. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫിറ്റിങ്ങിന് വേണ്ടി നമ്മൾ എടുത്ത അളവുകൾ ഒന്നും കൂടെ നമ്മൾ ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ. കാരണം നമ്മൾ തയ്ച്ചൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൈനസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫിറ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഒന്നും കൂടെ
അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ കൈയിൻ്റെ വണ്ണമാണ്. അപ്പോൾ നമ്മൾ കൈവണ്ണം നമ്മൾ എത്രയാണോ എടുത്തിരുന്നെങ്കിൽ അത് നമ്മൾ അളന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നമ്മൾ ചെസ്റ്റിൻ്റെ വണ്ണമല്ല അളക്കേണ്ടത്, നമ്മൾ ആം ഹോളാണ് അളക്കേണ്ടത് കേട്ടോ. എപ്പോഴും ഫിറ്റിങ് ചെയ്യുന്ന സമയത്ത് ആം ഹോളാണ് നമ്മൾ എടുക്കേണ്ടത്. അത് ചെയ്താലാണ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആം ഹോൾ 19.5 അപ്പോൾ അതിൻ്റെ പകുതിയായ അളവ് ഞാൻ എടുത്തിട്ടാണ് ഞാൻ ആം ഹോളിലാണ് ഞാൻ അടയാളം കൊടുക്കുന്നത്. പിന്നെ ഇനി താഴോട്ട് നമുക്ക് വലിയ വ്യത്യാസമൊന്നും വരില്ല, നമ്മളെടുത്ത അളവിൻ്റെ ഇതിന് മാറ്റങ്ങളൊന്നും വലിയതായിട്ട് വരുന്നില്ല. അപ്പോൾ ആ ഭാഗങ്ങളും കൂടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അളന്ന് പോയിട്ട് നമ്മൾ എവിടം വരെയാണോ നമ്മൾ സ്ലിറ്റ് അടിക്കുന്നത് ആ ഒരു ഭാഗം വരെ നമ്മൾ കറക്റ്റായിട്ട് അളവുകൾ എടുക്കുക. ഇനി നമ്മളിത് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് 1-2 നമുക്ക് എക്സ്ട്രാ ലൈൻ സ്റ്റിച്ച് നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ സ്ലിറ്റുകളൊക്കെ അടിച്ച് നമ്മളിത് കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഉള്ള ഡ്രസ്സാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ നല്ല ഫിറ്റിങ്ങിൽ ചെയ്യുന്നവർക്ക് നല്ല പോലെ ഇടയെല്ലാം ഒതുക്കി നല്ല വൃത്തിയിൽ നിങ്ങൾക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം നല്ല വണ്ണമുള്ളൊരു ആളായതുകൊണ്ട് ഞാൻ മാക്സിമം എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ തയ്ച്ച് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വൺ സൈഡ് ഇടുന്നവർക്കാണെങ്കിലും എനിക്കിതിന് ചേരുന്ന ഷോൾ ഉള്ളത് കൊണ്ടും പാൻറ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിന് റാഷ് കളർ കൊടുത്തത്. പിന്നെ ഇതിന് വേറെ പാൻറ് ഷോളൊന്നും മേടിക്കണ്ടല്ലോ. അപ്പോൾ ഞാനിത് എൻ്റെ ഒരു ഇതിൽ നിങ്ങൾക്കപ്പോൾ സ്വന്തമായിട്ട് ഒരു ചുരിദാറിൻ്റെ ടോപ്പ് സിമ്പിളാണ് എന്നുള്ളത് ഞാനിപ്പോൾ വെട്ടി തയ്ച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അത്ര കാര്യമേ ഉള്ളൂ. പക്ഷെ അളക്കുന്ന അളവുകളും എടുക്കുന്ന വിധങ്ങളെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.